എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയുടെ പ്രിൻസ് ക്രൗൺ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുപാട് റിഫോംസ് സൗദിയിൽ കൊണ്ടുവരികയാണ്. അതായത് ശരിക്കും ഇദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, അതായത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ശരിക്കും അറബ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മുസ്ലിം കൺസെപ്റ്റ്, ഒരു മുസ്ലിം കൺട്രിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ കൺസെപ്റ്റ് ശരിക്കും അതിന് എഗെയിൻസ്റ്റ് ആണ് MBS സൗദിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും കേരളത്തിലെ സുഡാപ്പികൾ പോലും, അതായത് 2025 തുടക്കത്തിൽ MBS സൗദിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിലെ സുഡാപ്പികൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. 2025 MBS ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരീഅത്ത് ലോ എടുത്തു കളയുന്നതാണ്. അതായത് നമുക്കറിയാം സൗദിയിൽ ശരീഅത്ത് ലോ ആണ്. ഈ ശരീഅത്ത് ലോ പ്രകാരം, അതായത് ഇത് ശരിക്കും ഈ കാട്ടറബി നിയമം സൗദിക്ക് ആവശ്യമില്ല എന്നൊരു നിലപാടിലാണ് MBS. അതായത് പല ഇൻവെസ്റ്റേഴ്സും ഇവിടെ വരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റേഴ്സ് വരാത്തതിനുള്ള ഒരു പ്രധാന കാരണം അമിതമായ ഇസ്ലാമിസേഷൻ്റെ ഒരു പ്രശ്നമുള്ള അതും കൂടി ഒരു കാരണമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് അതേ ഒരു നിലപാടുമാണ് MBSനുമുള്ളത്. അതായത് ഈ കാട്ടറബി നിയമങ്ങൾ ഉള്ള സ്ഥലത്ത് വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. അതുകൊണ്ടാണ് ഈ സാധനം എടുത്തു കളയുന്നത്. നമുക്കറിയാം, കോഴിക്കോടിൽ ഒരു വ്യക്തി, അതായത് ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിച്ചാണ്. അവിടുന്ന് നമ്മളൊക്കെ പിരിച്ച് 40 കോടിക്കടുത്ത് പിരിച്ചതിന് ശേഷമാണ്, അത് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാട്ടറബി നിയമങ്ങൾ ആദ്യം ഈ ശരീഅത്ത് ലോ എടുത്തു കളയുമ്പോഴാണ്. അതിനുവേണ്ടി അദ്ദേഹം ഈ MBS ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് 500 പേരടങ്ങുന്ന 3 ബാച്ച്, ഈ 3 ബാച്ച്, ഒരു ബാച്ചിനെ ഇംഗ്ലണ്ടിൽ അയച്ചു, ഒരു ബാച്ചിനെ ഫ്രാൻസിൽ അയച്ചു, ഒരു ബാച്ചിനെ US അയച്ചു. ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണഘടന ഇതൊക്കെ പഠിച്ച്, അതായത് അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ലോസും എല്ലാം പഠിച്ച് അത് ശരിക്കും സൗദിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബാച്ചിനെ, ഒരു 3 ബാച്ചിനെ അവർ ഇത്തരം രാജ്യങ്ങളിലേക്ക് അയച്ചത്. അതുമാത്രമല്ല, അതായത് സൗദിയിൽ തന്നെ റിയാദിൽ ഇപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ അവരെങ്ങനെയാണ് ഭരണചക്രം നിയന്ത്രിക്കുന്നത്, അവരെങ്ങനെയാണ് പീപ്പിൾ വെൽഫെയർ സ്കീമുകളൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഇൻക്ലൂസീവായിട്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി സൗദിയിലെ റിയാദിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ്, അതായത് അവിടെ ബിസിനസ് വരണം, ബിസിനസ് വളരണം, ഇൻവെസ്റ്റ്മെന്റ് വരണം. അപ്പോൾ ഇതിന് ഈ ശരീഅത്തിലോ, സൗദിയിൽ നിലനിൽക്കുന്ന ശരീഅത്തിലോ അതിന് എഗെയിൻസ്റ്റ് ആവും. അത് ഒരു പ്രധാന തടസ്സമാണ്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ശരീഅത്ത് ലോ എടുത്തു കളഞ്ഞ ഒരു ഡെമോക്രാറ്റിക്, ഒരു ഡ്രിവൺ ഒരു ലോ അവിടെ കൊണ്ടുവരിക, രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം, കുറച്ച് വർഷം മുന്നെയാണ് അവിടെ ലേഡീസിനൊക്കെ ഇതേ MBS ആണ് ലേഡീസിന് ഡ്രൈവിംഗ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഹിജാബ് നിർബന്ധമല്ല, ആർക്ക് വേണ്ടവർക്ക് ഇട്ടാൽ മതി, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിഫോംസ് കൊണ്ടുവന്നതിന് പിന്നെ ഭാവിയിൽ സൗദിക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, അവിടെ ഒരുപാട് മ്യൂസിക് കൺസേർട്സ് നടത്തുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം, ഷാക്കിറുടെ ഉണ്ടായിരുന്നു, ജെന്നിഫർ ലോപ്പസിൻ്റെയൊക്കെ ഈ സൗദി ഈ ഡെസേർട്ടിലൊക്കെ അവിടെ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത്. അതായത് ഒരു ലക്ഷങ്ങൾ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ ആൾക്കാർ വന്നിരുന്നു. പിന്നെ അതുമാത്രമല്ല, സിനിമാ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്തു. ഈ അടുത്ത കാലത്ത് ഒരുപാട് സിനിമാ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്തു. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൗദിയിൽ വെള്ളിയാഴ്ചയാണ് അവധി. ഈ വെള്ളിയാഴ്ച മാറ്റിയിട്ട് ശനിയും ഞായറും അവധി വരാൻ പോകുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഡീലിങ്സും മാർക്കറ്റ് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നത് ശരിക്കും മൺഡേ ടു ഫ്രൈഡേ ആണ്. അവരൊരു പീക്ക് ടൈമിൽ പല ഡീൽസും പല കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് സമയമാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ രാജ്യം അടച്ചിട്ട് കഴിഞ്ഞാൽ, രാജ്യത്ത് അവധിയായി കഴിഞ്ഞാൽ അത് ശരിക്കും അവിടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതുകൊണ്ട് ശനിയും ഞായറും, അതായത് മൺഡേ ടു ഫ്രൈഡേ 1-2 അവേഴ്സ് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയിട്ട് സാറ്റർഡേ സൺഡേ ഒരു ഹോളിഡേ സ്റ്റൈലിലേക്ക് പോവുകയാണ്. അതായത് പക്ക ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് IT കമ്പനിയുടെ ലെവലിലേക്ക് അവിടുത്തെ ലേബർ ലോ പൊളിച്ചെഴുതാൻ പോകണം. അത് വേറൊരു ഭയങ്കരമായിട്ടുള്ള റിഫോംസ് സൗദിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെയും പല ആൾക്കാരും പാശ്ചാത്യ ലോകത്ത് നിന്ന് വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെന്റ് വരാൻ അതൊരു വലിയൊരു ഘടകമായിരിക്കും. ആ ഒരു റിഫോംസ്, അതായത് സാറ്റർഡേ സൺഡേ ഹോളിഡേ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ സെറ്റപ്പിലോട്ട് അവിടുത്തെ ലേബർ ലോസ് മാറ്റി എഴുതാൻ പോകണം. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം അവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടല്ലോ, ശരിക്കും 2 സെക്ഷനായിരുന്നു. ആണുങ്ങൾക്കും ജെൻസിനും ലേഡീസിനും ഓരോ സെക്ഷനായിരുന്നു. അവിടെ ശരിക്കും ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പല സമ്മേളനങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ കാണാമല്ലോ, അതായത് ഒരു ലേഡീസ് ഒരു ഭാഗത്ത്, ജെൻസ് ഒരു ഭാഗത്ത്. അതൊക്കെ ശരിക്കും ഈ സൗദിയിലുള്ള ഈ കാട്ടറബി നിയമങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ ഇവിടത്തേക്ക് കൊണ്ടുവന്നതാണ് ശരിക്കും. ഈ അടുത്ത കാലത്ത് കാണാൻ തുടങ്ങിയാണ്. അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആരോപണങ്ങളും ട്രോളുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, അവിടെ മദ്യം, ബീവറേജ് ബെവ്കോ അല്ല, അവിടുത്തെ സൗദിയിലെ ഈ മദ്യം വിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ പോവാണ്. അത് പബ്ലിക്കലി അവൈലബിൾ ആവാൻ പോവാണ്. അത് മദ്യത്തിനും ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് കസീനോസൊക്കെ ഓപ്പൺ ചെയ്യുന്നു. അതായത് ലാസ് വേഗാസിലൊക്കെയുള്ള കസീനോസുമാരിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗദിയിൽ വരാൻ പോകുന്നു. പുള്ളിക്കാരൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത്
ഭാവിയിൽ സൗദി ഇതുമാതിരി ഇത്തരം മതനിയമങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണമുണ്ടാവില്ല. ഭാവിയിൽ തകർന്ന തരിപ്പണവും നമുക്കറിയാം. ഈ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോഴും സൗദി നിലനിൽക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പുറത്തിൽ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം അതിന് ഭാവിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭാവിയിൽ ഈ ഹൈഡ്രജൻ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ശരിക്കും രാജ്യം തന്നെ തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി അതായത് അടുത്ത 50 വർഷത്തിൽ എന്ത് സംഭവിക്കും അതൊക്കെ മുൻകൂട്ടി കണ്ട് അപ്പോൾ ഒരു പഴം മുന്നേ അറിഞ്ഞിരിക്കുകയാണ് KBS. ഇതൊക്കെ ശരിക്കും ഇസ്ലാമിക രാജ്യത്ത് ശരിക്കും ഇതൊക്കെ നടക്കുമെന്ന് ശരിക്കും അറബ് ലോകം ഞെട്ടിയിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ്, മൈൻഡ് ഷിഫ്റ്റിംഗ്, അതായത് ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റിംഗ് അറബ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല ഈ പെരുന്നാൾ സമയത്തൊക്കെ ശരിക്കും ഈ നോമ്പ് സമയത്തൊക്കെ ഹോട്ടലുകളൊക്കെ അടച്ചിടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ ഇപ്പോൾ എടുത്ത് വെളിയിൽ കളയാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാങ്കിങ് സെക്ടറിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് ഈ ശരീഅത്ത് ലോ പ്രകാരം ബാങ്കിങ് മേഖലയിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആസ് പെർ ഈ ശരീഅത്ത് ലോയിലുണ്ട്. അതായത് നമ്മൾക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് ഇൻട്രസ്റ്റ് വാങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ശരീഅത്ത് ലോയിലുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ശരീഅത്ത് ലോ പൂർണ്ണമായിട്ടും എടുത്ത് വെളിയിൽ കളയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഫണ്ടിങ് ഒക്കെ വരുമ്പോൾ ഈ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൂടും. അപ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക കൂടുതൽ ബാങ്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശരീഅത്ത് ലോ എടുത്തു കളയുന്നത്. അതായത് ബാങ്കിങ് സെക്ടറിൽ അതൊരു സൗദിയിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെയായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ക്രിസ്മസ് ഈ സൗദിയിൽ ബേസിക്കലി മറ്റു മതങ്ങൾക്ക് അതിങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ആഘോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ അവരുടെ സിമ്പിൾസോ ഒന്നും കാണിക്കാനുള്ള ഒരു ലോ ഇല്ല ശരിക്കും അവിടെ. അതായത് അതിനുള്ളൊരു പെർമിഷൻ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ വർഷം അതായത് 2024 ക്രിസ്മസ് ശരിക്കും സൗദിയിലെ എല്ലാ മാളുകളിലും ഒക്കെ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നു, ക്രിസ്മസ് അപ്പൂപ്പന വെക്കുന്നു, എല്ലാം അങ്ങനെ അലങ്കരിച്ച് ക്രിസ്മസ് അതായത് മറ്റു മതങ്ങൾക്കും പരസ്യമായിട്ട് ഇങ്ങനെയുള്ള വേർഷിപ്പും ഇങ്ങനെയുള്ള സിമ്പിൾസൊക്കെ കാണിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഈ MBS അവിടെ ചെയ്യുന്നത്. അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയുന്ന കുറച്ച് വർഷം മുന്നേ ഇദ്ദേഹത്തിന് ശരിക്കും ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഒരു സോഫ്റ്റ് കോർണർ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ സമൂഹത്തോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായും ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വർഷം മുന്നേ ഇദ്ദേഹം കെയ്റോയിലെ കോപ്റ്റിക് കത്തീഡ്രൽ സന്ദർശിക്കുകയും അവിടെ പല ആൾക്കാരും പള്ളിയച്ചന്മാരും അവരൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരു മാനസികമായ ഒരു ഉന്മേഷം, ഒരു ഉണർവ് ഉണ്ടായിന്ന് അദ്ദേഹത്തെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നു. അതിനുശേഷമാണ് അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പിക്ചർ ലിയോണാർഡോ ഡാവിഞ്ചി വരച്ചൊരു പിക്ചർ $450 മില്യൺ ഏകദേശം 4000 കോടി കൊടുത്തിട്ടാണ് അദ്ദേഹം അത് വാങ്ങിയത്. അദ്ദേഹം ഡയറക്റ്റല്ല അത് വാങ്ങിയത്. അദ്ദേഹം ഒരു പ്രോക്സി, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം വാങ്ങിയത്. പക്ഷേ ആഫ്റ്റർ ഓൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് വാങ്ങിച്ചത് ഞാനാണ്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പബ്ലിക്കലി അത് എവിടെയും പ്രദർശനത്തിന് വെച്ച് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമൂഹത്തോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് മാത്രമല്ല ഒരു ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് സൗദിയിൽ വളർത്തിയെടുക്കാൻ അദ്ദേഹം അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സുഡാപ്പികൾ തങ്ങളുടെ തലസ്ഥാനമായി അതായത് തങ്ങളുടെ ഹെഡ് ഓഫീസായി കാണുന്ന സൗദി അറേബ്യയിൽ അവർ 22-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികൾ 6-ാം നൂറ്റാണ്ടിലോ പുറകിലോട്ട് വലിയുന്നു. അതായത് സൗദിയിൽ പോലും അതായത് ഇവരുടെ സുഡാപ്പികളുടെ ഹെഡ് ഓഫീസായ സൗദിയിൽ പോലും അവിടെ പർദ്ദ വേണമെങ്കിൽ ഇട്ടാൽ മതി, ആരും ഫോഴ്സ് ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ലോ MBS പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഫാമിലി ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഹിജാബ് ഇടാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അറിയിച്ചു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ അവർക്ക് കിട്ടും എന്നൊരു നിയമം കൂടി അവിടെയുണ്ട്. ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് ഹിജാബ് ഇടാതെ നടന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ പുറത്തു കണ്ടു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി ഇടിയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗദിയിലെ ആൾക്കാർ, സൗദിയിലെ മുസ്ലിംസ് 22-ാമത്തെ നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ സുഡാപ്പികൾ 6-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിഫോംസ് സൗദിയിൽ വരുമ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾ 6-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സൗദിയിലെ കാട്ടറബി നിയമങ്ങൾ എടുത്തു കളയുമ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾ 6-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇനിയും സൗദിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. അതായത് സൗദിയിൽ ഹിജാബ് വിഷയം, ഹിജാബ് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നുള്ള ഒരു ലോ ഉണ്ടോ എന്ന് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയില്ല. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അതൊന്നും അറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അതൊന്നും പ്രചരിപ്പിക്കില്ല. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം. അപ്പോൾ സൗദിയിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അവർ 22-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കുന്നു. ഇവിടുത്തെ സുഡാപ്പികൾ നേരെ 6-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.